ഹലോ. ഞാനൊരു പക്ഷിയുടെ പ്രത്യേക തരത്തിലുള്ള സൗണ്ട് കേട്ടപ്പോ വന്നതാണ് കേട്ടോ. അതൊന്ന് വീഡിയോ എടുത്തതാണ്. ഞാൻ മുറ്റത്തേക്ക് അത് അങ്ങനെ ഇറങ്ങിയപ്പോഴേക്കും അത് പോവുകയും ചെയ്തു. പിന്നെ അതിനവിടെ കാണാനേ ഇല്ല. ഒരിക്കൽ പറന്നു പോയി തോന്നുന്നു. ഒരു പ്രത്യേക സൗണ്ട് കണ്ടില്ലേ? അപ്പൊ ഞാൻ വീഡിയോ എടുക്കാനായിട്ട് ഒരുങ്ങിയതാട്ടോ. ഹലോ, വെൽക്കം ബാക്ക് ടു നിഷാസ് വേൾഡ് ചാനൽ. എല്ലാവർക്കും നിഷാസ് വേൾഡ് ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഞങ്ങള് എന്റെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. അവിടെ എല്ലാവരും ഒത്തുകൂടുന്നുണ്ട്. ഇനി സ്കൂൾ വർക്കൊക്കെ ആയില്ലേ, അപ്പൊ വൈകിട്ട് വിളക്ക് വെച്ചു. അങ്ങനെ അച്ഛനാണ് കേട്ടോ ഇരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ സ്പെഷ്യൽ ഉണ്ടാക്കിയത് നെയ്ച്ചോറും ചിക്കൻ കറി, ചിക്കൻ ഫ്രൈയും ആയിരുന്നു കേട്ടാ. അപ്പൊ അതെല്ലാം ജോലികളെല്ലാം പെട്ടെന്ന് ചെയ്തു തീർത്തു. ഞങ്ങളെല്ലാവരും ചേച്ചിമാരും ഏട്ടന്മാരും എല്ലാവരും ഒത്തുകൂടായിരുന്നു. അപ്പോ എല്ലാവരും കൂടെ അങ്ങോട്ട് പോയത്, എന്റെ വീട്ടിലേക്ക് പോയതാണ്. അതൊക്കെ കഴിഞ്ഞു. കുക്കുംബറും ക്യാരറ്റും ഇത് കട്ട് ചെയ്യാനായിട്ട് വെച്ചിരിക്കുക കേട്ടോ. പിന്നെ നമ്മുടെ സാധാ ചോറുണ്ട്, മത്തിക്കറി ഉണ്ട്. അങ്ങനെ തന്നെ ഒരു നേരത്തിന് ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് ഒരുമിക്കാന്ന് വിചാരിച്ചാണ് വീട്ടിലേക്ക് പോയതാണ്. ഇപ്പൊ സ്കൂൾ തുറന്നാലൊന്നും ഓരോരുത്തരും ഓരോ വഴിക്കല്ലേ, ഒത്തുകൂടാനൊന്നും പറ്റിയെന്ന് വരില്ല. അപ്പൊ തുറക്കുന്നതിന്റെ മുന്നേറ്റൊന്ന് എല്ലാരും കൂടിയതാണ്. അപ്പോഴേക്കും അമ്മ കോഴിക്കൂട് തുറന്ന് കോഴികളൊക്കെ ചോറ് ഇട്ട് കൊടുക്കാനും അരി ഇട്ട് കൊടുക്കാനൊക്കെ കേട്ടോ. അപ്പൊ അവര് അതൊക്കെ കൊത്തി തിന്നാണ്. അങ്ങനെ ഒരു ദിവസം ഒരു രാത്രി അച്ഛന്റെയും അമ്മയുടെയും കൂടെ നിൽക്കാനായിട്ട് പോയി. അപ്പോഴേക്കും മഴയൊക്കെ വരുന്നുണ്ട്, നല്ല മഴയാണല്ലോ. അപ്പൊ ഉണ്ണിക്കുട്ടന്റെ ഡ്രസ്സ് അവിടെ പുറത്തിട്ടിട്ടുണ്ട്. അപ്പൊ അച്ഛൻ അവനെ വിളിച്ചിട്ട് അതൊന്നും എടുത്തിടാൻ വേണ്ടി പറയുകയായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ജോലികളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാരും കൂടെ മറുത്തിരുന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ്. അച്ഛനും അമ്മയും ചേച്ചിയും, ഇനി ഒരു ചേച്ചിയും കൂടെ വരാനുണ്ട്, ചേച്ചിയേട്ടനും വരാനുണ്ട്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. കാഞ്ഞിമുക്കിൽ വീട്ടിലെത്തിയപ്പോ അവിടെ അന്ന് കറണ്ട് ഇല്ല. ആകെ ടാങ്കിയിലെ വെള്ളം കഴിഞ്ഞു. ആകെ വല്ലാത്ത കഷ്ടത്തിലായി. അങ്ങനെ നമ്മളെപ്പോഴും വെള്ളം കോരില്ലല്ലോ. അപ്പൊ ഇന്നത്തെ ദിവസം ഇനി വെള്ളം കോരാനായിട്ട് ഉണ്ണിക്കുട്ടനും നന്ദും കൂടെ ഹെൽപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പൊ പെട്ടെന്ന് പോയിട്ട് വെള്ളം കോരാനും കഴിയില്ല. ചക്ക പ്ലാവ് കണ്ടില്ലേ, ആ പ്ലാവുമത്തെ ചക്കയൊക്കെ വീഴുന്ന കാരണം നെറ്റൊക്കെ അടിച്ചിട്ടുണ്ട്. അതുപോലെ നെറ്റ് വല ഇട്ടിട്ടുണ്ട്. അതെല്ലാം കെട്ടിയതൊക്കെ അഴിച്ച് മാറ്റിയിട്ടിട്ട് വേണം. പിന്നെ നമ്മുടെ ഈ കോരുന്ന ബക്കറ്റൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വേണം നമുക്കൊന്ന് വെള്ളം കോരാൻ. അപ്പൊ അതെല്ലാം കഴിഞ്ഞ് അപ്പൊ അവര് അതിനായിട്ട് നിൽക്കുക. ഉണ്ണിക്കുട്ടന് കോരാൻ ഇഷ്ടാന്ന് പറഞ്ഞു. പക്ഷെ കോരുന്നൊന്നും ശരിയല്ല ഇപ്പോഴത്തെ. എന്നാലും അത് ചെയ്യാനുള്ള മനസ്സ് കാണിച്ചു, അതന്നെ വലിയ കാര്യം. അങ്ങനെ അവര് വെള്ളം കോരാനൊക്കെ ആയിട്ടുള്ള ബക്കറ്റ് ഒക്കെ കഴുകിയിട്ട് ഞാൻ അവിടെ കൊണ്ടുവച്ചു കൊടുത്തു. അങ്ങനെ 2-3 ബക്കറ്റിൽ വെള്ളമൊക്കെ കോരിയിട്ടാ. നമുക്ക് കറണ്ട് ഇല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് അല്ലേ, ഒരു പണി നടക്കുകയില്ല, സമയം അറിയില്ല, വല്ലാത്തൊരു കഷ്ടമാണ്. എന്നാൽ ഇതൊന്നും ഇല്ലാത്ത സമയത്ത് നമ്മളൊക്കെ ജീവിച്ചിരുന്നു. അത് അന്നത്തെ ആ കാലഘട്ടമായിട്ടൊക്കെ നമ്മളങ്ങനെ പൊരുത്തപ്പെട്ടു പോവുമായിരുന്നു. അപ്പൊ ഇന്നൊന്നും നമുക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കറണ്ട് ഇല്ലെങ്കിൽ, വെള്ളം ഇത്തരം കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒരു വീട്ടമ്മയ്ക്ക് ഉണ്ടല്ലോ ഭയങ്കര പ്രയാസമാണ് കാര്യങ്ങള്. അങ്ങനെ അവര് മോള് അവിടുത്തെ ആ നെറ്റ് അടിച്ചിട്ടുള്ളത് അതങ്ങനെ പിടിച്ചു കൊടുക്കുന്നുണ്ട്, ഉണ്ണിക്കുട്ടൻ കോരുന്നുണ്ട്. രണ്ടാളുള്ള കാരണം എനിക്ക് വലിയ ഉപകാരമായി. അടുക്കളയില് ഇന്നിപ്പോ ഞാൻ നീർദോശ ഉണ്ടാക്കാന്ന് കഴിഞ്ഞിട്ട് അരി പച്ചരി വെള്ളത്തിലിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ രാവിലെ നീറ്റ് നാളികേരപ്പാലിൽ അത് അരച്ച് ഉപ്പും പഞ്ചസാരയൊക്കെ ചേർത്ത് അരച്ചിട്ടാണ് നീർദോശ തയ്യാറാക്കുക. അപ്പൊ ഇന്ന് രാവിലെ പുലർച്ചെ തന്നെ പോയിരിക്കണം കറണ്ട്. അപ്പൊ രാവിലേക്ക് എന്തായി, കറണ്ട് ഇല്ലാത്ത കാരണം പിന്നെ ആ നീർദോശ എന്നുള്ളത് അവിടെ മാറ്റി വെച്ച് വേഗം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത് പുട്ടല്ലേ. അപ്പൊ പുട്ടും പപ്പടും പഴമൊക്കെ ഇട്ട് ചായ ഉണ്ടാക്കി വെച്ചു. അങ്ങനെ അത് ചെയ്യാനായിട്ട് അടുക്കളയില് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നാളികേരൊക്കെ ചിരകി പുട്ടുണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അതാകുമ്പോഴേക്കും ഞാൻ ഇവരെ കൊണ്ട് ഇത് കോരാൻ വേണ്ടി പറഞ്ഞതാണ്. ഇന്നത്തെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. കറണ്ട് ഇല്ലാതെ കണ്ടില്ലേ കിച്ചണില് ഇരുട്ടത്ത്. അപ്പൊ ഓക്കെ, ബൈ.